ഭയങ്കര ബിസിയാണ്. കാരണം ഈ മേയർ ആകുന്നതിന് മുൻപ് ചില സൂചനകളൊക്കെ കേട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ വിളിച്ചു തുടങ്ങിയതാണ്. അവിടെ നിന്ന് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ എടുക്കാൻ തന്നെ നല്ല പാടുകൂട്ടി. എന്താ ഇത്ര തിരക്കത്, രാവിലെ രാത്രി ഒക്കെ തിരക്കാണ്. ഒരു കാര്യം ചെയ്തത്, ഒരു ദിവസം രണ്ടും കൂടിക്കുള്ളൂ. ഒരു ദിവസം എൻ്റെ കാറിലൂടെ രാവിലെ, ഞാൻ പറയുന്നത് ഒരു ദിവസം എൻ്റെ കാറിലൂടെ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരാളുടെ യാത്ര ചെയ്യാം. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ അത്രത്തോളം അവൈലബിൾ ആയാൽ മാത്രമേ ജനങ്ങളുടെ പ്രതീക്ഷയുടെ പകുതിയെങ്കിലും നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ തിരക്കെന്ന് പറയുമ്പോഴേക്കും ജനങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ 6-7 മീറ്റിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ 3 മീറ്റിംഗ്. അതിൽ ഒന്ന് ആദ്യം രാവിലെ ഇന്നലെ നടത്തിയത് വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എല്ലാവരുമായിട്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എല്ലാവരുമായിട്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരെ ഒരു 45 കോർപ്പറേഷൻ കൗൺസിലർമാർ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം. അങ്ങനെ ഞാനൊരു 6 പരിപാടികൾ ഉൾപ്പെടെ 11, എൻ്റെ വാർഡിൽ പരിപാടി ഉൾപ്പെടെ 11 പരിപാടികളാണ് ഇന്നലെ അറ്റൻഡ് ചെയ്തത്. ഈ 11 പരിപാടികൾ നമ്മൾ അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ പ്രതീക്ഷയുടെ ഒരു പകുതിയെങ്കിലും വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഇതിന് പുറമേ ഒരു 150 ആൾക്കാരെയും കണ്ടു ഇന്നലെ. അപ്പോൾ പിന്നെ എനിക്ക് പോകാൻ പറ്റാത്ത ചില മീറ്റിങ്ങുകൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ അയച്ചു. അപ്പോൾ ഞാനെല്ലാം ഈ സ്ഥാനത്തിരുന്നാലും നമ്മൾ അത്രത്തോളം അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് നാടിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ.